ഇനി കേരളത്തിൽ നിന്ന് ഇങ്ങനെ അവാർഡ് കൊടുക്കണമെങ്കിൽ, സംസ്ഥാനം കൊടുത്ത ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ ഷീലയ്ക്ക് അവാർഡ് കൊടുത്തൂടെ? ഗിന്നസ് റെക്കോർഡെല്ലാം കിട്ടിയിട്ടുള്ളതല്ലേ ഷീല. ഇനി ജഗദീഷ് ശ്രീകുമാറിന് അവാർഡ് കൊടുത്തിട്ടുള്ളത്, ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ളതിൽ ജഗദീഷ് ശ്രീകുമാർ എത്ര സിനിമകൾ അഭിനയിച്ചു. പിന്നെ ജനാർദ്ദനൻ മലയാള സിനിമയുടെ കാർന്നവർ എന്ന് നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജനാർദ്ദനൻ. പിന്നെ മധുസാറിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മധുസാറിന് ഒരു പത്മഭൂഷൺ ഒക്കെ കൊടുത്തു എന്ന് ആദരിച്ചൂടെ? പക്ഷെ കഴിവുള്ളവരെ നീക്കി വെച്ചിട്ട് ഈ കഴിവില്ലാത്തവർക്ക് എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്? ഇനി ഇവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്കിനി മരണാന്തര ബഹുമതി എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അംഗീകരിക്കുക, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പുരസ്കാരം കൊടുത്ത് അവരുടെ കഴിവുകൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. മരിച്ചു കഴിഞ്ഞാൽ മരണാന്തര ബഹുമതി എന്ന് പറഞ്ഞ് കൊടുക്കാതെ അവർക്കിപ്പോൾ മധുസാറിനും ഷീലാമ്മയ്ക്കും ജനാർദ്ദനും ജഗദീഷ് ശ്രീകുമാറിനും ഇവരെല്ലാം മലയാള സിനിമയുടെ അസറ്റ്സാണ്. ഇവർക്ക് പകരം മറ്റൊരു ആൾക്കാരില്ല. അതുകൊണ്ട് അവരെ ആദരിക്കുക. ദയവ് ചെയ്ത് ഇത്രയും കഴിവുള്ള ആൾക്കാരെ ആദരിക്കുക. ഈ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതൊക്കെ ഇവർക്കൊക്കെ കൊടുത്ത് ഒന്ന് ആദരിക്കാൻ പരമാവധി ശ്രമിക്കുക. പത്മ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ബഹുമാനത്തെ ഇങ്ങനെ കോമാളിത്തരം കാട്ടാതെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക.